ഒരിക്കലും ഞാൻ പെനിയിൽ വെച്ചിട്ട് ബിസ്കോഫ് ട്രൈ ചെയ്ത് നോക്കിയേ. അതെനിക്കന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ഞാൻ പണ്ടെങ്ങോ കഴിച്ച ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തേ. പണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഉഡായിപ്പ് സാധനത്തിൻ്റെ ടേസ്റ്റായിട്ട് എനിക്ക് ഓർമ്മ വന്നത്. അത് ഉണ്ടാക്കിയ സമയത്ത് എനിക്കത് ഉഡായിപ്പൊന്നും അല്ലായിരുന്നു. അത് ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്കെന്തോ ഒരു ഷെഫ് മൂമെൻ്റ് ഒക്കെ ആയിരുന്നു. 5ലോ 6ലോ പഠിക്കുന്ന സമയത്താണ്. മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ ഇങ്ങനെ പരസ്യത്തിൽ കാണിക്കുമല്ലോ. അങ്ങനെ കണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ്. ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഉണ്ടാക്കി വെച്ചത്. എൻ്റെ ചെറുതിലെ അതായത് ഒരു 1ാം ക്ലാസ്സൊക്കെ തൊട്ടിട്ടേ എനിക്ക് കാലിന് ഒരു ചെറിയ അലർജി പോലെ വരുമായിരുന്നു. അത് തണുപ്പ് കാലത്താണ്. എല്ലാ പ്രാവശ്യവും ഇത് വരുമ്പോഴത്തേക്കിനും ഡോക്ടറിനെ കാണിക്കും, മരുന്ന് വാങ്ങും, അത് കഴിക്കും, കുറയും. പിന്നെ അടുത്ത വർഷം തണുപ്പ് കാലം തുടങ്ങുമ്പോൾ അലോപ്പതി വർക്കാവുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ട് കഞ്ഞിക്കൊടിയിലുള്ള ഔഷധിയിൽ കൊണ്ടുപോയിട്ട് കാണിച്ച് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെങ്കിൽ പിന്നെ പഥ്യമൊക്കെ എടുക്കണമല്ലോ. ഒരു കേക്ക് കൂടി നമുക്ക് ഡിസംബർ മാസം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ കേക്ക് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ഐറ്റമായിരുന്നു ഇത്. കേക്കൊന്നും അല്ല, പക്ഷെ ഞാൻ കേക്കാന്ന് വിചാരിച്ചാണ് ആ വർഷത്തെ എൻ്റെ ക്രിസ്മസ് കേക്ക് ഈ ഒരു ഡെസേർട്ട് ആയിരുന്നേ. പിന്നെ കഷ്ടപ്പെട്ടാണെങ്കിലും ആ പഥ്യം കാരണം എനിക്കിത്തിരി ഉപകാരമൊക്കെ ഉണ്ടായി കേട്ടോ. ഇതുവരെയായിട്ടും പിന്നെ എനിക്ക് ആ അലർജി തണുപ്പ് കാലത്ത് ആ ഒരു പരസ്യത്തിൽ കണ്ട ഡെസേർട്ട് ഉണ്ടാക്കേണ്ട ഒതന്റിക് വേ ഞാനിപ്പോൾ ഉണ്ടാക്കിയതുപോലെ അല്ല കേട്ടോ. കൊക്കോ പൗഡറും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ. ഒരു ലഡുവിൻ്റെ ഷേപ്പിലായിരുന്നു അവർ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചത്. പക്ഷേ എനിക്ക് വേണ്ടത് ഒരു കേക്ക് ആയത് കാരണം ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കി എടുത്തിട്ട് കുറച്ച് നേരം ഫ്രീസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവേ. ഞാൻ നേരത്തെ പറഞ്ഞ ബിസ്കോഫിൻ്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് ചെറുതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.